അവിടുത്തെ മക്കളായ നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവിടുത്തെ സന്നിധിയിൽ ബലിയർപ്പിക്കാം. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തെ ഒരുമിച്ച് കൂടി എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക എന്ന്. കർത്താവിൻ്റെ കൽപ്പനയാണിത്. ഈ കൽപ്പനയെ അനുസ്മരിച്ചുകൊണ്ട് അനംനേസിസ് കൽപ്പനാനുസ്മരണം നടത്തിക്കൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് ഭക്തിപൂർവ്വം ഈ ബലിയർപ്പിക്കാം. നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയാണെന്ന് നമുക്കറിയാം. ആ ബോധ്യത്തോടു കൂടി ഈശോ നമുക്കായിട്ട് അർപ്പിച്ച ബലിയിൽ, തന്നെ അർപ്പിച്ച ബലിയിൽ നമ്മെയും ഓരോരുത്തരെയും സമർപ്പിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈ ബലി അർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. മംഗളവാർത്തക്കാലത്തിൻ്റെ സങ്കീർത്തനവും അതിന് തുടക്കമായുള്ള പ്രാർത്ഥനയും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹാതന്റെ മനുഷ്യാവതാരം വഴി രക്ഷാകര വാഗ്ദാനം പൂർത്തിയാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മിശിഹായിലൂടെ അങ്ങുമായി ഞങ്ങളെ രമ്യപ്പെടുത്തി ദൈവപുത്ര സ്ഥാനത്തിന് അർഹരാക്കിയ അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ പരിശുദ്ധ കുർബാന യോഗ്യതാപൂർവ്വം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി രക്ഷയുടെ ഫലങ്ങൾ ഞങ്ങളെ സ്ഥിരീകരിക്കുന്നതിനും ഇടയാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. കർത്താവിന്നവദാനങ്ങൾ വാഴ്ത്തുക പുതിയൊരു ഗാനത്തിൻ. അത്ഭുതകരമാമവിടുത്തെ കൃത്യാവലികൾ വർണ്ണിപ്പാൻ. ഇമ്പമൊടിന്നു മുഴക്കിടാം കൊമ്പും കുഴലും കിന്നരവും വാദ്യവിശേഷ പരമ്പരയാൽ വാഴ്ത്തുക രാജമഹോന്നതനേ. സ്വരമോച്ചത്തിലുയർത്തട്ടെ കരഘോഷത്താൽ അരുവികളും ഒരുമിച്ചാർത്തു വിളിക്കട്ടെ. ഗിരിശിഖരങ്ങൾ തിരുമുൻപിൽ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും.
നന്ദി പറയുന്ന ഉത്തമമാകുന്നു. അത്യുന്നതയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. യേശുനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നിസത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടുവിൻ, സർവ്വരുമൊന്നായി പാടുവിൻ. എന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ തേടണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവരെ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മിശിഹായെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ നിലനിൽക്കുകയും കൃതജ്ഞതയോടെ അതിൽ ഉണർന്നിരിക്കുകയും ദൈവജനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ മിശിഹായുടെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിനെയാണല്ലോ ഞാൻ വ്യത്യസ്തനായിരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന വിധത്തിൽ തന്നെ വെളിപ്പെടുത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും പുറമെയുള്ളവരോട് നിങ്ങൾ ബുദ്ധിപൂർവ്വം വർദ്ധിക്കുകയും സമയം പരമാവധി പ്രയോജനപ്പെടുത്തുകയും നിങ്ങളുടെ സംസാരം എപ്പോഴും പുതിയവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. എഴുതി നരകുലരക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയ സഭയിൽ മത്തായി സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ്